സയൻസ് സെന്റർ നിയർ പോസ്റ്റ് ഓഫീസ് എടോടി വടകര. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. അന്തരിച്ച വോളി താരം കെ സതീശന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ യുവതാരങ്ങൾക്ക് കരുത്തു പകരുമെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ABA വോളി അക്കാദമിയുടെ സഹകരണത്തോടെ കുറ്റ്യാടി വോളി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കെ സതീശൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പറയുന്നില്ല അടുത്ത വർഷങ്ങളിൽ, കാരണം എനിക്ക് അതിന്റെ ഫണ്ടിന്റെ പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ നോക്കണം. വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സ്ഥലത്തിന്റെ കൂടെ അവൈലബിലിറ്റി നോക്കി ദേശീയ നിലവാരമുള്ള ഒരു വോളിബോൾ കോർട്ട് നമ്മൾ പണിയും എന്നുള്ളത് നിങ്ങൾ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സ്പോർട്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, അമ്പലമുറ്റത്തെ അന്നദാനത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോയതിന്റെ സംഘാടകനായി പ്രിയപ്പെട്ട സതീശൻ മാറിയതിനെ സംബന്ധിച്ചോടെ പറഞ്ഞു. അത് സ്പോർട്സിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. സ്പോർട്സിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിൽ ഒന്ന് എന്ന് പറയുന്നത് അതെല്ലാ അതിരുകളെയും ചിലപ്പോൾ അതിർത്തികളെയും മായ്ച്ചു കളയുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വോളിബോൾ താരങ്ങളുടെ കൂട്ടായ്മ വടകരയിൽ കുട്ടികൾ വയനാടിന് വേണ്ടി അവർ ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി ഒരു ചാമ്പ്യൻഷിപ്പ് വെച്ചപ്പോൾ ഞാൻ അവിടെ പോയി. ഞാൻ അവരോടും പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സ് എടുത്ത് നോക്കുക. ഇത്തവണത്തെ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടുമെന്ന് പ്രതീക്ഷിച്ചവരാണ് ലോകത്തുള്ള മുഴുവൻ ആളുകൾ. ആ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി സ്വർണത്തിന്റെ തൊട്ട് താഴെ. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്സ് അത്രയും ഉയരെയായതുകൊണ്ടാണ് ഒളിമ്പിക് മെഡലിലെ വെള്ളി പോലും നമുക്ക് ഇനി മേലെ കിട്ടുമായിരുന്നു എന്നുള്ളത് തോന്നുന്നു. ആ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ പാകിസ്ഥാൻകാരനാണ് സ്വർണ്ണ മെഡൽ നേടുന്നത്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം എന്താണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നീരജ് ചോപ്രയുടെ അമ്മയുടെ അടുത്ത് മൈക്കും കൊണ്ട് ചാനൽ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ മകൻ വെള്ളി നേടിയതിലും എനിക്ക് സന്തോഷമാണ്, സ്വർണം നേടിയതും എൻ്റെ മകനെ പോലെ തന്നെ ഒരു മകൻ തന്നെയല്ലേ, ഏറെ കഷ്ടപ്പെട്ടിട്ടല്ലേ അയാളും അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നത് നീരജ് ചോപ്രയുടെ അമ്മ പറയാം. അവിടെ അർഷാദ് നദീമിന്റെ അമ്മയുടെ അടുത്ത് അവിടുത്തെ ചാനലുകൾ ഇന്റർവ്യൂവിന് തേടിയപ്പോൾ അവര് പറയുന്നത് വെള്ളി നേടിയതും എൻ്റെ മകൻ തന്നെയാണ്. എല്ലാ അതിരുകളും എല്ലാ അതിർത്തികളും ലയിപ്പിച്ച് മനുഷ്യരെ ഒന്നാക്കാൻ കഴിയാവുന്നതാണ് സ്പോർട്സിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്ന് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സതീശന്റെ സ്മാഷിന് ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ സതീഷിനെ ഇഷ്ടപ്പെടാൻ അതും പലർക്കും തടസ്സമായി കാണുന്നു. അതാണ് സ്പോർട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നുള്ളത് സമൂഹത്തിൽ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ മാത്രം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വാക്കല്ല. ഈ സമൂഹത്തിന്റെ ഐക്യത്തെയും സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും കാക്കാൻ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അല്പാൽപമായി ഉണ്ടാവേണ്ട ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പോർട്സിലൂടെ കുട്ടികൾ വളരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ പരാജയങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ഉണ്ടാക്കും എന്നുള്ളതാണ്. ജയപരാജയങ്ങൾ സ്പോർട്സിന്റെ ഭാഗമാണ്, മനുഷ്യന്റെ ജീവിതത്തിന്റെയും ഭാഗമാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യയുടെ വഴി തേടി പോകുന്ന ഒരു കാലത്ത് ഒരു കായിക താരം തീർച്ചയായിട്ടും ജയപരാജയങ്ങളെ അതിജീവിച്ച് ജീവിതത്തിന്റെ ട്രാക്കിലും ജീവിതത്തിന്റെ കോർട്ടിലും നിലനിൽക്കാനുള്ള മാനസിക ശക്തിയും ഉണ്ടാക്കുന്ന ഒന്നാണ്. അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ KET MBA വോളി അക്കാദമി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഓൾ കേരള മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചിരുന്നു.
ടീം കാസർഗോഡ് ഒരു പോയിന്റ് കൂടി 3-1. സർവീസ് ടു ലീഡേഴ്സ് സ്പോർട്സ് കുറ്റ്യാടി 0. അനുസ്മരണ പരിപാടിയിൽ AC അബ്ദുൽ മജീദ് അധ്യക്ഷനായി. വോളിബോളുമായുള്ള ബന്ധം കളിക്കാരനായും സംഘാടകനായും ദീർഘകാലം നമ്മോടൊപ്പം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും കുറ്റ്യാടിയുടെ അന്തസ്സ് ഇന്ത്യ രാജ്യം മൊത്തത്തിൽ തന്നെ നമുക്ക് വേണ്ടി സതീശന്റെ ആ ബന്ധങ്ങൾ എല്ലാ കളിക്കാരുമായും എല്ലാ ക്ലബ്ബുകളുമായുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയും കുറ്റ്യാടിയുടെ പ്രശസ്തി നാടൊട്ടുക്കും എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു സതീശൻ. PK നവാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ന് രാവിലെ മുതൽ കേരളത്തിൽ അങ്ങോളമുള്ള വോളിബോൾ താരങ്ങൾ അണിനിരന്ന മനോഹരമായ ഒരു വോളി ടൂർണമെൻറ്റ്. ആരായിരുന്നു സതീശൻ? പാറക്കടവ് മുടപ്പിലോട്ട് ശങ്കരൻ നമ്പ്യാരുടെ ചെറുമകൻ. ശങ്കരൻ നമ്പ്യാർ പാലേരിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. വലിയ ഒരു ദേശീയ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ. പേരാമ്പ്രയിലെ കുയ്യലിയിൽ ശങ്കരൻ നായരുടെയും ഓമനയുടെയും പ്രിയപ്പെട്ട മകൻ. അമ്മ നേരത്തെ പോയപ്പോൾ ശങ്കരൻ നമ്പ്യാരാണ് സതീശൻ്റെ കൈപിടിച്ച് ബാല്യവും കൗമാരവും യൗവനവും പൂർത്തിയാക്കിയത്. യുവജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ അമരക്കാരൻ. ചെമ്പേരിടം പാറക്കടവ് ചെമ്പേരിടം ഭഗവതി ക്ഷേത്രത്തിൻ്റെ സാരഥി. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നപ്പോൾ ആ നാട്ടിലെ എല്ലാ മതത്തിൽപ്പെട്ടവരും അമ്പലത്തിൻ്റെ മുറ്റത്ത് ഒന്നിച്ചിരുന്ന് സദ്യ കഴിച്ച മനോഹരമായ മതേതരത്വത്തിൻ്റെ ഒരു ഉൾക്കാഴ്ചയുണ്ട്. ദേശീയ താരങ്ങളായ റോയ് ജോസഫ്, കിഷോർ കുമാർ, രേഖ, ദേശീയ കോച്ച് അരുണാചലം, കുറ്റ്യാടി പോലീസ് ഇൻസ്പെക്ടർ കൈലാസ് നാഥ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി. CH ഷെരീഫ്, PP മുഹമ്മദ്, ശ്രീജേഷ് ഊരത്ത്, ഹാഷിം നമ്പാട്ടിൽ, സബിന മോഹൻ, KS റഷീദ്, ഷഫീഖ് കേളോത്ത്, രജീഷ് അമ്പലക്കണ്ടി, VV അനസ് തുടങ്ങിയവർ സംസാരിച്ചു. 4-ാം തീയതി ടൂർണമെൻറ്റ് നടത്താൻ തീരുമാനിച്ചതാണ്. അതിനുശേഷമാണ് സതീശൻ ഹോസ്പിറ്റലാവുകയും രോഗം മൂർച്ഛിച്ച് അദ്ദേഹം മരണമടയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ അനുസ്മരണവും ഈ ഓൾ കേരള വോളിബോളും നല്ല നിലയിൽ നമുക്കിത് നടത്തിക്കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വോളിബോൾ കളിക്കാരെ പരിചയപ്പെടാനും വോളിബോൾ കാര്യങ്ങളും മനസ്സിലാക്കാനൊക്കെ ഇതുകൊണ്ട് കഴിയും. സതീശനെ പറ്റി ഓർമ്മിക്കുവാണെങ്കിൽ, സതീശ, നീ മരിച്ചിട്ടില്ല, നീ ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ജീവിച്ചിരിക്കുന്നു. സതീശൻ എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെയാണ് ഞാൻ കരുതിയിരുന്നത്. കുറ്റ്യാടിയിൽ എന്താവശ്യം വന്നാലും വോളിബോൾ മേഖലയായാലും അതല്ലാതെ എന്താവശ്യത്തിന് സതീശനെ വിളിച്ചാൽ റോയേട്ടാ ഞാൻ ഇപ്പം ചെയ്തു തരാം, അല്ലെങ്കിൽ 5 മിനിറ്റിൽ ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം, ഞാൻ ഏറ്റവും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയുന്ന സതീശനെയാണ്. ശക്തമായ ബ്ലോക്കിലൂടെ ലീഡേഴ്സ് ഒരു പോയിന്റ് കരസ്ഥമാക്കുന്നു. 2-3 ലീഡേഴ്സ് സ്പോർട്സിന് വേണ്ടി 4-ാം നമ്പർ താരം രജീഷ്. കത്തനാട്ട് വോളിബോൾ പാരമ്പര്യമുള്ള ഒരു മണ്ണിൽ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വോളിബോൾ താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സ്ഥലം കുറ്റ്യാടിയായിരിക്കും. വോളിബോള് കളിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുകളുള്ള സ്ഥലം കുറ്റ്യാടിയായിരിക്കും. യാതൊരു അതിർവരമ്പുകളില്ലാതെ കളിക്കാരെ സ്നേഹിക്കുന്ന ഒരു സ്ഥലം. നല്ല രസമാണ് കുറ്റ്യാടിയിൽ നിന്ന് കളിക്കാൻ. എപ്പോഴോ കടത്തനാടിൽ നിന്ന് വോളിബോൾ ഒന്ന് അകന്നു പോകുന്നു എന്ന് തോന്നിയ ഒരു കാലഘട്ടത്തിൽ പോലും സതീശൻ ഒരു സംഘാടകന്റെ രൂപത്തിലേക്ക് വന്ന് വോളിബോളിനെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. മനോഹരമായ സർവീസ് ടു ലീഡേഴ്സ് 2-6. മാത്രമല്ല,
വടകര, കോഴിക്കോട്, കണ്ണൂർ, കേരളത്തിൽ മൊത്തം സതീശൻ എന്ന വ്യക്തിയെ അറിയാം. സതീശൻ്റെ കളിയോടുള്ള മികവ് കൊണ്ട് മാത്രമല്ല, ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗമുള്ള കായിക താരങ്ങളെയും വോളിബോൾ കളിയെയും സ്നേഹിച്ച അത്യപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സതീശൻ. എനിക്ക് സതീശേട്ടൻ ആകെ ഒരു 10 വർഷത്തെ പരിചയമാണെന്നുണ്ടെങ്കിലും ഈ 2 വർഷക്കാലമായിട്ട് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് കൂടുതൽ അടുത്തറിയാൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് സതീശേട്ടൻ വോളിബോളിന് വേണ്ടി എത്രത്തോളം എഫേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് കണ്ടറിയാൻ സാധിച്ചു. അപ്പോൾ സതീശേട്ടൻ്റെ വേർപാട് നമ്മളെപ്പോലെ തന്നെ വോളിബോളിന് തീരാ നഷ്ടമായി ഞാൻ കരുതുന്നു. അതുപോലെ കുറ്റ്യാടി വോളി കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന ഈ ഓൾ കേരള മാസ്റ്റേഴ്സ് വോളിബോൾ ടൂർണമെന്റ് എല്ലാ വർഷവും നടക്കാൻ സാധിക്കട്ടെ. അത് നമുക്ക് സതീശേട്ടന് കൊടുക്കാൻ പറ്റുന്ന വലിയൊരു ആദരവായി ഞാൻ കാണുന്നു. റോയ് ജോസഫ് അടക്കം